ഹലോ, ട്രേഡിംഗ് ഇൻസ്പയർ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റായിരുന്നു. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇന്നലെ കണ്ട് ട്രേഡ് എടുത്തവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. കാരണം നിഫ്റ്റിയിലായാലും സെൻസെക്സിലായാലും ഞാൻ ഇന്നലെ പറഞ്ഞതൊരു ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ മാർക്കറ്റിൻ്റെ ഗതി മുകളിലോട്ടായിരിക്കുമെന്നായിരുന്നു. അത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഇന്നുണ്ടായത്. ഒരു ചെറിയൊരു -6.7 കുറവിലാണെന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത്. അവിടെ നിന്ന് തന്നെ മാർക്കറ്റ് നന്നായിട്ട് മുകളിലോട്ട് പോയി. എന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 254 പോയിൻ്റ് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പം അത്യാവശ്യം അവിടെ നിന്ന് എടുത്തവർക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഇന്നുണ്ടായിട്ടുണ്ടാവും. ഇന്നലെ നമ്മൾ യൂട്യൂബിൽ പറഞ്ഞിരുന്നു. ഇന്നലെയും മിനിയാന്നും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് യൂട്യൂബിൽ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ നാളെ നമുക്ക് പറയാനുള്ളത് നോക്കാം. അതിന് മുമ്പേ സെൻസെക്സിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. സെൻസെക്സ് 738 പോയിൻ്റ് ആണ് അപ്പുണ്ടായത്. ഞാൻ ഇന്നലെ പറഞ്ഞ 2 ലെവലുകളും മാർക്കറ്റ് തൊട്ടു. ഇവിടുന്ന് ഒരു കൺസോളിഡേഷനാണ് മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നതാണെന്ന് ഞാൻ ഇന്നലെ യൂട്യൂബിൽ പറഞ്ഞത്. പിന്നെ ഇവിടുന്ന് കൺസോളിഡേഷൻ എടുത്തിട്ട് ഒരു മാർക്കറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഈ ലെവലിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മാർക്കറ്റ് അവിടെ ടച്ച് ചെയ്ത് താഴോട്ട് പോവാണ് ചെയ്തത്. മുകളിലോട്ട് എടുക്കാമെന്നും പറഞ്ഞിരുന്നു. ഏതാണ്ട് ഇവിടെ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. എന്നാലും നമ്മൾ പറഞ്ഞ ഒരു ലെവൽ മാർക്കറ്റ് വന്ന് ഫില്ലായിട്ടുണ്ട്. എന്നാലും ഇനി നാളെ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകാൻ ചാൻസ് ഉള്ളൊരു പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കയും നമ്മുടെ ഇൻ്റർനാഷണൽ വിപണിയെ സംബന്ധിച്ച് നാളെ വളരെ അനിശ്ചിതത്വം നേരിടുന്ന ഒരു സമയമാണ് നാളെ. അതായത് ഇന്ത്യൻ വിപണിക്കും അതൊരു തിരിച്ചടിയായിരിക്കും. അമേരിക്കക്കെതിരെ ചൈനയും അതുപോലെ തന്നെ കാനഡയും നികുതി തിരിച്ച് ചുമത്തി എന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പം നമ്മൾ ന്യൂസിൽ കണ്ടത്. അപ്പം അത് സ്വാഭാവികമായിട്ടും അമേരിക്കൻ മാർക്കറ്റിനെ ബാധിക്കും. മാത്രമല്ല, ഇന്ന് അമേരിക്കയുടെ സെനറ്റിൽ വെച്ച് US പ്രസിഡൻറ്റ് പ്രസംഗിച്ചത് ഇന്ത്യക്കെതിരെ 100% താരിഫ് ഏർപ്പെടുത്തും, ടാക്സ് ചുമത്തുമെന്നാണ്. അപ്പം അത് ഇന്ത്യൻ മാർക്കറ്റിനെയും കാര്യമായി ബാധിക്കും. ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നാളെ മാർക്കറ്റിൽ നല്ലൊരു ഡൗൺ ആയിട്ടായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഏതാണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഏതാണ്ട് ഒരു 200 പോയിൻ്റ് വരെ നമുക്ക് ഡൗൺ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതാണ്ട് 22,100 വെച്ചിട്ട് മാർക്കറ്റ് നമുക്കൊരു അതുവരെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിട്ടും നമുക്ക് മാർക്കറ്റ് ഇവിടുന്ന് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നാളെ ഒരു 21,950 വെച്ചിട്ട് നമുക്ക് മാർക്കറ്റ് ബൈ ചെയ്യാവുന്നതാണ്. മിക്കവാറും നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടായിരിക്കും മാർക്കറ്റ് 950 വരെ മാർക്കറ്റ് എത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് മാത്രമേ ബൈ ചെയ്യാൻ ചാൻസ് ഉള്ളൂ. കാരണം അവിടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ അതല്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിപരീതമായിട്ടാണ് മാർക്കറ്റ് ഈ ഒരു 22,250 ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു ഡൗൺ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ശുഭകരമായ ദിനമല്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അപ്പം മുകളിലോട്ട് എടുക്കാൻ ബൈ ചെയ്യാൻ വളരെ നമുക്ക് ചാൻസ് കുറവാണ്. 21,950 എത്തിയാൽ മാത്രം നിഫ്റ്റിയിൽ ബൈ ചെയ്യുക. അല്ലെങ്കിൽ 22,250 ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടുന്ന് മാർക്കറ്റ് നമുക്ക് ഒരു ഡൗണിലേക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. ഏതാണ് നിഫ്റ്റിയിലുള്ളത്. ഇനി സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെങ്കിൽ 72,750 വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് അവിടുന്ന് നമുക്ക് ബൈ ചെയ്യാം. അതല്ല, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ 73,750 വെച്ചിട്ടാണ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ഉണ്ടാകുന്നതെങ്കിൽ അവിടുന്ന് നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് 72,753 വരെ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അത്രയും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു കൺസോളിഡേഷൻ ഈ ഒരു മേഖലയിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നാലും അത് നമുക്ക് ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് വരും. താഴോട്ട് തന്നെ മാർക്കറ്റ് വരും എന്നാണ് നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ല, ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെങ്കിൽ 72,750 വെച്ചിട്ട് നമുക്ക് ബൈ ചെയ്യാവുന്ന കാര്യവും പരിഗണിക്കാവുന്നതാണ്. ഇതാണ് നാളെ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ
നിഫ്റ്റിയിലും സെൻസെക്സിലും കാര്യമാണ്. പിന്നെ നമുക്ക് നാളെ ഈ ടാരിഫിൻ്റെ വിഷയത്തിൽ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. 100% ടാരിഫ് ഏർപ്പെടുത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്. എത്രത്തോളം കൺഫേം ആണെന്ന് പറയാൻ പറ്റില്ല. ഏർപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനം മാത്രം മതി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. മാർക്കറ്റ് ഒരു ഭീതി വരാൻ. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ നിന്ന് പിൻവലിയും. അപ്പോൾ ഇന്ത്യക്കെതിരെയാണ് ഇന്ന് ട്രംപ് സംസാരിച്ചിട്ടുള്ളത്. ഇന്ത്യക്കെതിരെ 100% ടാക്സ് ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ചൈനയും കാനഡയും അമേരിക്കക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഒരു താരിഫ് വാർ അമേരിക്കക്കെതിരെ കാനഡയും ചൈനയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം. പിന്നെ നമുക്ക് ഒരു പാറ്റേൺ വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതല്ല, അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് പാറ്റേൺ വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു 5 നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഫോം ആയാലും നമുക്ക് ഇങ്ങോട്ടും ട്രേഡ് എടുക്കാവുന്നതാണ്. നാളെ ഗ്യാപ്പ് ഡൗൺ അല്ല ഉണ്ടാവുന്നതെങ്കിൽ, ഒരു ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് എന്താക്കാം, മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് എടുക്കാവുന്നതാണെന്ന് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.